ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് എണ്ണയിൽ പൊരിച്ച ഒരു ഫ്രൈഡ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റവ എടുക്കുകയാണ്. അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റവ 3/4 കപ്പ് മൈദ, അതിൻ്റെ പകുതിക്ക്. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം. അത് 3/4 കപ്പ് പഞ്ചസാര പൊടിക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര അത് നമുക്ക് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 6-7 ഏലക്കായുടെ അരിയും കൂടെ, ഇതും കൂടെ നമുക്ക് പൊടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതോടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യമായത് മുട്ടയാണ്. നമ്മൾ പാലോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചിട്ട് മിക്സി ജാറിലിട്ട് നന്നായി നമുക്കൊന്ന് അടിച്ചെടുക്കണം. പിന്നെ മുട്ട നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1.5 കപ്പ് റവയും 3/4 കപ്പ് മൈദയ്ക്കും കൂടെ ചേർത്ത് 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കുമ്പോൾ നോക്കാം, ചേർന്ന് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിച്ച മുട്ടയും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല, ഒത്തിരി അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല. ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളവട്ട പാല് ഒന്നും ഒഴിക്കാൻ പാടില്ല. ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ചൂടാകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് കറുത്ത എള്ള് അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ളിടുന്നത് ഒത്തിരി നല്ലതാണ്. എണ്ണ ഇവിടെ ചൂടാകുന്നുണ്ട്. ഇനി നമുക്കിതോരോ ബോളായിട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. അല്ലാതെ നമുക്ക് സ്പൂണിലൊന്നും ഇടണ്ട. കയ്യിലിടുന്നതാണ് നമുക്ക് എളുപ്പമാകുന്നത്. നല്ല അടിപൊളി ഒരു പലഹാരമാണ്. കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. പിന്നെ നമുക്കിത് കുറച്ച് ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണയിലോട്ട് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയിൽ പൊരിച്ചെടുത്ത കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. കണ്ടോ, നല്ല സൂപ്പറാ കഴിക്കാനും ഒക്കെ.
കറുമുറാന്നിരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.